അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള വട്ടുപത്തിരി ചിക്കൻ വരട്ടിയതും. ഹലോ, അസ്സലാമു അലൈക്കും. അച്ചുമ്മു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വരട്ടിയതും വട്ടുപത്തിരിയാണ്. നമ്മളൊരു പാത്രം വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവാള കട്ട് ചെയ്തിട്ട് കൊടുത്ത്, ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു 5 എണ്ണം കട്ട് ചെയ്തിട്ടു, ഒരു 5 തക്കാളി അത് ചെറുതായി കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില അത് നന്നായി പിച്ചിയിട്ടു, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇട്ട് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ചതച്ച് അരച്ചത് അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം വാടി വന്നു. പിന്നെ മല്ലിപ്പൊടി ഒരു 6 സ്പൂണാണ് ഇട്ടിട്ടുണ്ട്. ഒരു 6 സ്പൂണ് മല്ലിപ്പൊടി, കാശ്മീരിപ്പൊടി 2 സ്പൂണ്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ്, പിന്നെ ഇപ്പോൾ ഇടുന്നത് ചിക്കൻ മസാലപ്പൊടി. ഇനി അത് നന്നായി മിക്സ് ചെയ്ത ശേഷം അതൊന്ന് നല്ലവണ്ണം അതിൻ്റെ സ്മെല്ലൊക്കെ മാറി അത് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വാടി വന്ന ശേഷം കുറച്ച് തൈരിട്ട്, പുളിയില്ലാത്ത തൈരാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. മസാലയൊക്കെ നന്നായി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ആ ചിക്കനും നല്ല മിക്സ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടില്ല, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. ഇനി നന്നായി മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടുപത്തിരിക്കുള്ള മാവൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനെന്താ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ വെള്ളത്തിൽ. ഇനി അത് നന്നായി ഒന്ന് പൊടിയൊന്ന് വെന്ത് മാവായി വരട്ടെ. അതിന് ശേഷം നമ്മൾ നന്നായി കുഴച്ചു മാവ് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ വലിയ ഓരോ ഉരുളെടുത്ത് അത്യാവശ്യം കട്ടിയിൽ ഇങ്ങനെ പരത്തുക. എല്ലാവർക്കും അറിയുന്നതായാലും എന്നാലും പറയുക, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ആദ്യം ഇടുകയല്ലേ. അപ്പോൾ ഈ രൂപത്തിൽ പരത്തി ഒരു ഗ്ലാസ് വെച്ചത് അങ്ങനെ കട്ട് ചെയ്തെടുത്തുട്ടാ. നമ്മുടെ പത്തിരി മൊത്തം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അവിടെ തിളച്ച് അത് റെഡിയായിരിക്കുന്നു. ഇനി നമ്മുടെ പത്തിരി പൊരിച്ചെടുക്കാം. എല്ലാം ഒന്നിങ്ങനെ ഇട്ട് നന്നായി 2 സൈഡും ഒന്നിങ്ങനെ ബ്രൗൺ കളർ വേണ്ട, നല്ല ആവണ്ട, ഒന്നിങ്ങനെ നിറം മാറി വന്നാൽ മതി. കാരണം നമുക്ക് കറിയിൽ ഇങ്ങനെ പുരട്ടി മുക്കിയെടുത്ത് കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഒരുപാട് മൊരിഞ്ഞു പോകരുതേ. അങ്ങനെ നമ്മുടെ പത്തിരി മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് പൊരിച്ചെടുക്കൽ കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിന്ന് പെട്ടെന്ന് ഈ 2 വിഭവങ്ങൾ ഉണ്ടാക്കിയത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക, നമ്മളെ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള വട്ടുപത്തിരി ചിക്കൻ വരട്ടിയതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. നമ്മളെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ കൂടെ കൂട്ടണം.